ഈ ആംസ്റ്റർഡാമിന് ഒരു പ്രത്യേകതയുണ്ട്. ആംസ്റ്റർഡാമിലെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ ഹോല ഹോല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഗ്രീറ്റ് ചെയ്തിട്ട് നമ്മളെ പോകും. അവർ ഒഫൻഡഡ് ആവുന്ന ഒരേ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൈക്കിൾ ട്രാക്കാണ്. ഇതിൻ്റെ രണ്ടോരങ്ങളിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ പ്രോസ്റ്റിറ്റ്യൂഷൻ അതിന് ലീഗലാണ്, അതിനുവേണ്ടി നിൽക്കുന്നുണ്ട്. കുട്ടികളും വലിയവരും എല്ലാം ആ സ്ട്രീറ്റിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് വലിയവർക്ക് വേണ്ടി മാത്രമുള്ള സ്ട്രീറ്റ് അല്ല. അപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുന്ന ഡിഫറെൻറ്റ് ഗൈഡാണ്. ടൂർ ഗൈഡിലെ എല്ലാ റൂമിലും ഡിഫറെൻറ്റ് ഗൈഡ്സാണ്. ഇവരെല്ലാം വളരെ എനർജറ്റിക് ആണ്, വളരെ പോസിറ്റീവാണ്. എങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അമേരിക്കൻ സാഹിത്യകാരൻ ഹെൻറി മില്ലർ പറഞ്ഞതുപോലെ ഓരോ യാത്രകളും നമുക്ക് പുതിയ കാഴ്ചകൾ മാത്രമല്ല തരുന്നത്, പുതിയ കാഴ്ചകൾ കാണാനുള്ള കണ്ണുകളെ കൂടിയാണ്, പുതിയ പേഴ്സ്പെക്റ്റീവ് കൂടിയാണ്. നമസ്കാരം, എൻ്റെ പേര് ബിനിൽ ഫിലിപ്പ്. ഞാൻ തിരുവനന്തപുരം സ്വദേശിയാണ്. കഴിഞ്ഞ 22 വർഷമായിട്ട് ദുബായിൽ ഭാര്യയും 2 കുട്ടികളുമായിട്ട് താമസിക്കുന്നു. 2023 ഏപ്രിൽ മാസത്തിൽ ഞാനും എൻ്റെ സുഹൃത്ത് കൂടി നടത്തിയ ഒരു 11 ദിവസം നീണ്ട 6 രാജ്യങ്ങളിൽ കൂടെ ഉള്ളൊരു യാത്രയാണ്. എൻ്റെ യാത്രികനായ ഷാജിയെക്കുറിച്ച് 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞോട്ടെ. കാരണം നമ്മളൊരു യാത്രയ്ക്ക് പോകുമ്പോൾ നമ്മുടെ വേവ് ലെങ്ത് മാച്ച് ചെയ്തില്ലെങ്കിൽ ആ യാത്ര പരമ ബോറായിട്ട് സംഭവിക്കും. ഷാജി ഒരു ഭയങ്കര പ്ലാനറാണ്. നമുക്കൊരു സ്ഥലത്തേക്ക് തിരിക്കുമ്പോഴത്തേനും ഏത് ട്രെയിൻ എടുക്കണം, അല്ലെന്നുണ്ടെങ്കിൽ ഏത് സ്ഥലത്ത് താമസിക്കണം, അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റ് എടുക്കണം, കൃത്യമായ പ്ലാനിങ്ങും അതിൻ്റെ എക്സിക്യൂഷൻ നടത്താൻ പറ്റിയ ഒരാളാണ് ഷാജി. അങ്ങനെ 2023 ഏപ്രിൽ 16 രാത്രി 2:15 ഷാർജ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ടർക്കിഷ് എയർലൈൻസിൻ്റെ ബഡ്ജറ്റ് എയർലൈൻസായ അനഡോളു ജെറ്റിൽ ഞങ്ങൾ ഇസ്താൻബുളിലേക്ക് യാത്രയായി. ഏതാണ്ട് 4 മണിക്കൂർ പറന്ന് ഞങ്ങൾ ഇസ്താൻബുളിൻ്റെ ആകാശ കാഴ്ചകളിലേക്ക് എത്തി. ഇസ്താൻബുളിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അവിടെ 2 എയർപോർട്ടുണ്ട്. മേജർ ഇൻ്റർനാഷണൽ എയർലൈൻസ് ഹാൻഡിൽ ചെയ്യുന്ന IST കോഡുള്ള യൂറോപ്പ് സൈഡിലുള്ള ഒരു എയർപോർട്ടും ഇപ്പുറത്തെ ഏഷ്യൻ സൈഡിലുള്ള സബീഹ എയർപോർട്ടും. ഞാൻ ഇസ്താൻബുൾ എയർപോർട്ടിൽ നേരത്തെ ലാൻഡ് ചെയ്തിട്ടുണ്ടെങ്കിലും സബീഹ ഇൻ്റർനാഷണൽ എയർപോർട്ടിലോട്ട് ആദ്യമായിട്ടാണ് ലാൻഡ് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങളുടെ പ്രതീക്ഷ ഇത് അത്ര വലിയ എയർപോർട്ട് ആയിരിക്കില്ല എന്നുള്ളതാണ്. ഞങ്ങൾ ലാൻഡ് ചെയ്തു. ഏതാണ്ട് 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് ആംസ്റ്റർഡാമിലേക്ക്. അപ്പോൾ സമയമുണ്ടല്ലോ എന്ന് കരുതി ഞങ്ങൾ എയർപോർട്ടിൻ്റെ കാഴ്ചകളൊക്കെ കണ്ട് ഒരു കോഫിയൊക്കെ കുടിച്ച് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോഴാണ് ഞങ്ങൾക്ക് മനസ്സിലായത് ഇത് അത്രയും തന്നെ IST കോഡുള്ള അത്രയും തന്നെ വലിപ്പമുള്ള എയർപോർട്ടാണ് ഈ സബീഹയെന്ന്. ഞങ്ങൾ പെട്ടെന്ന് ഞങ്ങൾക്ക് ചെക്ക് ഇൻ ചെയ്യാനുള്ള സമയമായി. ഞങ്ങൾ റഷ് ചെയ്ത് പെട്ടെന്ന് ഗേറ്റിലേക്ക് ചെന്നു. അവിടുന്ന് അടുത്ത കണക്ഷൻ ഫ്ലൈറ്റ് എടുത്ത് ഏതാണ്ട് 3-3.5 മണിക്കൂർ യൂറോപ്പിൻ്റെ മുകളിലൂടെ പറന്ന് ആംസ്റ്റർഡാമിലെ ഷിപ്പോൾ ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു. ഞങ്ങൾ എയർപോർട്ടിൻ്റെ വെളിയിലേക്ക് വന്നു, ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു, റെയിൽവേ സ്റ്റേഷനിലേക്ക് ഞങ്ങൾ പ്രവേശിച്ചു. ഈ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കും അതൊരു ടിപ്പിക്കൽ റെയിൽവേ സ്റ്റേഷനാണെന്ന്. അല്ല, ഇതൊരു ഷോപ്പിംഗ് കോംപ്ലക്സ് ആണ്. അതും ഒരു വിസ്മയ ലോകം എന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ കാഴ്ചകളിലൂടെ നടന്ന് റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തി. അവിടെ നിന്ന് ഞങ്ങൾ ട്രെയിൻ എടുത്തു. ആംസ്റ്റർഡാമിലെ ട്രെയിൻ NS എന്നാണ് അറിയപ്പെടുന്നത്. ആ ട്രെയിനിൽ ഞങ്ങൾ വിൽമർ അറീന എന്ന സ്ഥലത്തേക്ക് എത്തി. വിൽമർ അറീനയിലേക്ക് കൂടി ഞങ്ങൾ റെയിൽവേ സ്റ്റേഷൻ്റെ വെളിയിലേക്ക് എത്തി. അപ്പോൾ ഞങ്ങൾക്ക് കൃത്യമായൊരു പ്ലാനിങ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു രൂപരേഖ ഉണ്ടായിരുന്നു എങ്ങനെ യാത്ര ചെയ്യണമെന്ന്. അതിൽ ചില ചേഞ്ചസ് ഇമ്മീഡിയറ്റ്ലി നെക്സ്റ്റ് ഡേ തന്നെ ഞങ്ങൾക്ക് ചെയ്യേണ്ടി വന്നെങ്കിൽ കൂടി ആ രൂപരേഖ അനുസരിച്ച് മാത്രമേ ഞങ്ങൾക്ക് യാത്ര ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതിനകത്ത് ഞങ്ങളുടെ ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്, ഫെറി എടുത്തിട്ടുണ്ട്, ട്രെയിൻ എടുത്തിട്ടുണ്ട്, കാറുണ്ട്. അപ്പോൾ ഒരു പ്ലാനിങ് ഇല്ലെങ്കിൽ ഇതൊന്നും നടക്കില്ല എന്ന് ഞങ്ങൾക്കറിയായിരുന്നു. അപ്പോൾ ഞങ്ങൾ കൃത്യമായൊരു പ്ലാനിങ്ങോടെയാണ് എത്തിയത്. അറീന ബൊളിവാർഡ് എന്ന സ്ഥലത്താണ്. അറീന ബൊളിവാർഡിൽ കൂടെ ഏതാണ്ട് ഒരു 7 മിനിറ്റ് നടന്നാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ഹോട്ടലിലേക്ക് എത്തേണ്ടത്. ഞങ്ങളുടെ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തു. കുറച്ച് നേരം അവിടെ വിശ്രമിച്ചു. ഞങ്ങൾ ഹോട്ടലിൽ ചെക്ക് ഇൻ ചെയ്തതിന് ശേഷം അടുത്ത 15 ദിവസം എന്താണ് ചെയ്യേണ്ടതെന്ന് കൃത്യമായൊരു രൂപരേഖ തയ്യാറാക്കിക്കൊണ്ടാണ് വന്നതെങ്കിലും ഒന്നുകൂടെ ആ പ്ലാനിൽ കൂടെ ഞങ്ങൾ കടന്നുപോയി. അതനുസരിച്ച് ഇന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾക്ക് ചെയ്യേണ്ടത് ക്യുക്കൻഹോഫ് എന്ന് പറഞ്ഞ ട്യൂലിപ്പ് ഗാർഡനിലേക്ക് പോകാനാണ്. അപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അപ്പോഴത്തേന് കഠിനമായ വിശപ്പുണ്ടായിരുന്നു. സാധാരണ ഞങ്ങൾ ഏതെങ്കിലും രാജ്യത്ത് പോയി കഴിഞ്ഞാൽ അവിടുത്തെ ലോക്കൽ ഡിഷസാണ് ട്രൈ ചെയ്യാൻ താല്പര്യപ്പെടുന്നത്. പക്ഷേ ഞങ്ങൾക്ക് സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ ബർഗർ കിങ്ങിൽ കയറി അവിടെ നിന്ന് ഒരു ബർഗർ അടിച്ചിട്ട് ഞങ്ങൾ പെട്ടെന്ന് അടുത്ത് ട്രെയിൻ പിടിച്ചിട്ട് ആദ്യത്തെ കണക്ഷൻ പോയിന്റിലെത്തി. അവിടുന്ന് ഞങ്ങൾ റായ് എന്ന് പറയുന്ന സ്റ്റേഷനിൽ ഇറങ്ങി. റായ് സ്റ്റേഷനിൽ ഇറങ്ങിയതിന് ശേഷം ബസ് പിടിച്ച് ക്വിക്കൻഹോഫിലോട്ട് പോയി. ഈ ക്വിക്കൻഹോഫ് എന്ന് പറയുന്നത് ലിസി എന്ന് പറയുന്ന ഒരു പട്ടണത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഏതാണ്ട് 1-1.5 മണിക്കൂർ യാത്ര ചെയ്ത് ലിസി പട്ടണത്തിലെത്തി. അത് കഴിഞ്ഞ് ഈ ബസ് ഞങ്ങളെ കൊണ്ട് ഇറക്കി വിടുന്ന ക്വിക്കൻഹോഫിൻ്റെ മുന്നിലാണ്. ക്വിക്കൻഹോഫ് എന്ന് പറഞ്ഞാൽ കിച്ചൺ ഗാർഡൻ എന്നാണ് എൻ്റെ അർത്ഥം.
ഇത് 1949 ഒരു ഗാർഡനായിട്ട് അതിനെ ഫോം ചെയ്തത്. 2019 ഞങ്ങൾ ഇവിടെ നിന്ന് വന്നിട്ടുണ്ട് ക്വിക്കൻഹോഫിൽ. ഈ 2019 ഞങ്ങൾ വന്നപ്പോൾ ഇതിനൊരു വിളവെടുപ്പ് കാലമുണ്ട്. ഇത് മാർച്ച് അവസാനം തൊട്ട് മെയ് മിഡ് വരെ ഉള്ളൂ ഈ ടുലിപ്പിൻ്റെ കാർഷിക വിളവെടുപ്പ് കാലം എന്ന് പറയുന്നത്. അപ്പോൾ അന്ന് ഞങ്ങൾ വന്നത് മെയ് മാസം അവസാനത്തോടാണ്. അപ്പോഴത്തേനും ഇതിൻ്റെ വിളവെടുപ്പെല്ലാം കഴിഞ്ഞു. ഞങ്ങൾക്ക് തരിശ് പാടങ്ങൾ മാത്രമേ കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഈ വർഷം ഞങ്ങൾ വന്നിരിക്കുന്നത് ഏപ്രിലാണ്. ഏപ്രിലിൽ ഈ സീസൺ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് കാണണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞങ്ങൾ അവിടെ ഇറങ്ങി അകത്തോട്ട് കയറാനായിട്ട് തീരുമാനിച്ചു. ആ ടിക്കറ്റിന് ഏതാണ്ട് 21 യൂറോ ആണ്. അങ്ങനെ ടിക്കറ്റ് എടുത്ത് ഞങ്ങൾ അകത്തോട്ട് കയറി. ഈ ഒരു ഗാർഡൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇത് എല്ലാ വർഷവും ഇതിൻ്റെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും. ഇതിന് പെർമനൻ്റായിട്ട് 42 ആൾക്കാരും അതിൻ്റെ തൊഴിലാളികളും റൗണ്ട് ദ ഇയർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. ഓരോ വർഷവും ഇതിൻ്റെ ഡിസൈൻ മാറിക്കൊണ്ടിരിക്കും. ഞാൻ പറഞ്ഞാൽ 76 ഏക്കറിൽ സ്പ്രെഡ് ചെയ്ത് കിടക്കുന്നതാണ്. അപ്പോൾ എത്ര സ്ഥലം നമുക്കിത് കവർ ചെയ്യാൻ പറ്റുമെന്ന് നമുക്കറിയില്ല. എങ്കിലും ഞങ്ങളൊരു സൈഡിൽ നിന്ന് നടപ്പ് തുടങ്ങി. അതിനകത്ത് അവർ മനോഹരമായ വാട്ടർ ബോഡീസ് കൊണ്ടുവന്നിട്ടുണ്ട്. അത് ആർട്ടിഫിഷ്യലായിട്ട് വാട്ടർ ബോഡീസ് കൊണ്ടുവന്നിട്ട് അതിന് നടുക്കൂടെ വെള്ളം പോകുന്നുണ്ട്, ഫൗണ്ടൻസ് ഉണ്ട്. അപ്പം ഒരു സൈഡിൽ നിന്ന് നടന്നു തുടങ്ങി. അപ്പോൾ ഞങ്ങൾക്ക് കാണാം ഒരു സ്ഥലത്ത് റെസ്റ്റോറൻറ്റ്സ് ഉണ്ട്, ഒരു സ്ഥലത്ത് ഐസ്ക്രീം വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ അവിടെ ആയിട്ട് വെള്ളം വിൽക്കുന്ന ആൾക്കാരുണ്ട്, പിന്നെ ഫോട്ടോ എടുക്കുന്ന ആൾക്കാരുണ്ട്, കുട്ടികളും കൊണ്ട് വന്നവരുണ്ട്, കാമുകന്മാരുണ്ട്, വൃദ്ധരായവരുണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ഒരുപാട് ദൂരം നടന്നു. കുറച്ച് നടന്നപ്പോഴത്തേനും ഞങ്ങളും തളർന്നു. എന്നാൽ പിന്നെ ഒരു ബ്രേക്ക് എടുക്കാമെന്ന് വെച്ചു. കോഫി ഷോപ്പിൽ കയറി ഞങ്ങൾ കുറച്ച് നേരം ഈ ഭംഗിയൊക്കെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങളവിടെ ഇരുന്നു. അപ്പം ഏകദേശം ഗാർഡൻ്റെ കാൽഭാഗം പോലും ആയിട്ടില്ല എന്ന് ഓർത്തോണം. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് വീണ്ടും ഗാർഡനകത്തോട്ട് നടക്കാൻ തുടങ്ങി. ഞങ്ങൾ വിൻമില്ല്, ഗതകാല സ്മരണ ഉയർത്തിക്കൊണ്ട് ഇപ്പോഴും ഒരു വിൻമില്ല് അവിടെ വെച്ചിട്ടുണ്ട്. ആ വിൻമില്ല് ഇപ്പോൾ അത് ഫങ്ഷനിലല്ല. ഞങ്ങൾ അതിൻ്റെ താഴെ എത്തി. അവിടെ നിന്ന് ആൾക്കാർ ഫോട്ടോ എടുക്കുന്നുണ്ട്. വിൻമില്ലിൻ്റെ മുകളിൽ നമുക്ക് കയറാം. അത് കഴിഞ്ഞ് അതിൻ്റെ തൊട്ടപ്പുറത്ത് ടുലിപ്പ് പാടങ്ങളുടെ ഇടയിൽ കൂടെ ഒരു ബോട്ട് സർവീസ് നടത്തുന്നുണ്ട് അവർ, ടൂറിസ്റ്റിനെ കൊണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ ആലോചിച്ചു, ബോട്ട് സർവീസ് എടുക്കണോ, ബോട്ടിങ് ചെയ്യണോ വേണ്ടതെന്ന് ഞങ്ങളിങ്ങനെ തീരുമാനിക്കുകയാണ്. കാരണം ഈ ദൂരെ നിന്ന് കാണുന്ന ഭംഗി ഒരുപക്ഷെ നമ്മൾ ഈ ബോട്ടിങ്ങിൽ അടുത്തൂടെ പോകുമ്പോൾ നമുക്കത് കാണണമെന്നില്ല. അതുകൊണ്ട് ഞങ്ങൾ ഡിസൈഡ് ചെയ്തു ബോട്ടിങ് ചെയ്യേണ്ട. ഏകദേശം ഒരു 2 മണിക്കൂറോളം സമയം അവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം ഞങ്ങൾക്ക് പോകാനുള്ള സമയമായി. കാരണം അടുത്ത ബസ് പിടിച്ച് വേണം ഞങ്ങൾക്ക് പോകാനായിട്ട്. ഞങ്ങൾ പുറത്തോട്ടിറങ്ങിയപ്പോൾ പറഞ്ഞല്ലോ സൊവനിയേഴ്സ് വിൽക്കുന്ന കടകളുണ്ട്. പക്ഷേ 2019 ഞാൻ ഇവിടുന്ന് സൊവനിയേഴ്സ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ഇവിടെ ഏറ്റവും മോസ്റ്റ് ഫേമസ് ആയിട്ടുള്ള സൊവനിയർ എന്ന് പറഞ്ഞാൽ വുഡിൽ ക്രാഫ്റ്റ് ചെയ്ത ടുലിപ്പ് ഫ്ലവേഴ്സാണ്. അതൊരു ഫ്ലവർ വേസിലിട്ടിട്ട് അവർ നമുക്ക് തരും. അതിന് ഏതാണ്ട് 18 യൂറോ എന്തോ ആണ്. ഞാൻ അന്ന് 2019 വാങ്ങിച്ചുകൊണ്ട് വീണ്ടും ഒരു ഫ്ലവർ വേസ് ഇവിടെ വാങ്ങിക്കേണ്ട എന്ന് തീരുമാനിച്ചു. എങ്കിലും ഞങ്ങൾ ആ സൊവനിയർ ഷോപ്പിലൊക്കെ ഒന്ന് കയറി പുറത്തോട്ട് വന്നു. ആ ക്വിക്കൻഹോഫിൻ്റെ വെളിയിൽ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അവിടുന്ന് യാത്രയായി. മൊറോക്കോ, നോർത്ത് മാസിഡോണിയ, കസാഖിസ്ഥാൻ, സാംബിയ, സിംബാബ്വെ. സഞ്ചാരം പെൻഡ്രൈവ് വോളിയം നമ്പർ 21. അപൂർവ ദൃശ്യ യാത്രാ വിവരണ ശേഖരം ഉടൻ സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9995 444 222. ലിസിന്ന് ട്രെയിൻ കയറി ആംസ്റ്റർഡാമിലെ സെൻട്രലിലെത്തി. അപ്പോൾ ആംസ്റ്റർഡാം സെൻട്രലിൽ ഇറങ്ങിയിട്ട് ഏതാണ്ട് ഒരു 200 മീറ്റർ നടക്കുമ്പോഴത്തേക്കും നമുക്ക് ഡാം സ്ക്വയറിലിട്ട് നമ്മളെത്തും. ഡാം സ്ക്വയറിൽ ഞങ്ങൾക്ക് ഇനിയൊരു ടാർഗറ്റ് ഉണ്ട്. അവിടെ മാനിക്കൻ പിസ് എന്ന് പറഞ്ഞ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കിട്ടും. ഞങ്ങൾ വീണ്ടും അങ്ങോട്ട് നടക്കുകയാണ്. അങ്ങോട്ട് നടക്കുമ്പോൾ ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി. പണ്ട് കണ്ട ആംസ്റ്റർഡാം അല്ല ഇപ്പോൾ. തിരക്ക് വളരെയധികം കൂടിയിട്ടുണ്ട്. കഫേസിലൊന്നും ഒരു കോഫി കുടിക്കാനോ അല്ലെങ്കിൽ ഒരു ബിയർ കുടിക്കാനോ ഒന്നും നിൽക്കാനോ ഇരിക്കാനോ ഇല്ലാത്ത സ്ഥലമില്ല. സ്ട്രീറ്റ് നിറച്ച ആൾക്കാർ വന്നിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ ആ സ്ട്രീറ്റൊക്കെ ഇങ്ങനെ പിന്നിട്ട് നടന്നു. ഈ ആംസ്റ്റർഡാമിനൊരു പ്രത്യേകതയുണ്ട്. ആംസ്റ്റർഡാമിലെ ആൾക്കാർ വളരെ ഫ്രണ്ട്ലിയാണ്. അവർ ഹോല എന്ന് പറഞ്ഞിട്ട് നമ്മുടെ അടുത്ത് ഇങ്ങനെ ഗ്രീറ്റ് ചെയ്തിട്ട് നമ്മളെ പോകും. അവർ ഒഫൻഡഡ് ആവുന്ന ഒരേ ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ അവരുടെ സൈക്കിൾ ട്രാക്ക്. ഓൾമോസ്റ്റ് ആംസ്റ്റർഡാം ഫുൾ നമുക്ക് സൈക്കിളിൽ കറങ്ങാം. സൈക്കിൾ ട്രാക്ക് അവരുടെ ഒരു ലൈഫ് ലൈൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. നമ്മൾ ഈ സൈക്കിൾ ട്രാക്കിൽ കയറുമ്പോൾ മാത്രമേ ഞാൻ ആംസ്റ്റർഡാമിലെ ആൾക്കാർ ഒഫൻഡഡ് ആയിട്ട് കണ്ടിട്ടുള്ളൂ. ടൂറിസ്റ്റ് മൂവ് എന്ന് പറയുന്നത് ഞാൻ 1-2 ഒക്കേഷൻസിൽ കണ്ടിട്ടുണ്ട്. അതർവൈസ് ദേ ആർ ജനറലി വെരി ഫ്രണ്ട്ലി പീപ്പിൾ. അപ്പം ഞങ്ങളിങ്ങനെ അതിൻ്റെ തെരുവുകളിൽ കൂടെ നടക്കുകയാണ്. ഞങ്ങളിങ്ങനെ തെരുവിൽ കൂടെ നടന്നുപോയി. അപ്പോൾ ഒരു കഫേയിലും സ്ഥലമില്ല. കഫയെല്ലാം നിറഞ്ഞ് ആൾക്കാരിയ്ക്കുകയാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ നടന്നു പോകുമ്പോൾ മാനിക്കൻ പിസ് എന്ന് പറഞ്ഞ ഞങ്ങൾ പണ്ട് ടേസ്റ്റ് ചെയ്തിട്ടുള്ള ഒരു ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ട് അവിടെ.
അപ്പോൾ അന്ന് ഞങ്ങൾക്ക് 1 മിനിറ്റ് കൊണ്ട് കിട്ടിയെന്നുണ്ടെങ്കിൽ ഇന്ന് അതിൻ്റെ മുന്നിലും വലിയ തിരക്കാണ് മാനിക്കൻ പെസ് എന്ന് പറയുന്ന ഫ്രഞ്ച് ഫ്രൈസ് കഴിക്കാനായിട്ട്. അപ്പം ഷാജിക്ക് ഒരു ആഗ്രഹം, ഫ്രഞ്ച് ഫ്രൈസ് കഴിച്ചേ പറ്റുള്ളൂ. അങ്ങനെ ഷാജി ഒരു ക്യൂവിലൊക്കെ നിന്നിട്ട്, അവിടെ പ്രോപ്പർ ക്യൂ ഒന്നുമില്ല, ഞങ്ങൾ അവിടെ ഒരു ചെറിയ ഉന്തും തള്ളുവാണ്, ഒരു അൺലൈക്ക് യൂറോപ്യൻ എന്ന് വേണമെങ്കിൽ പറയാം. ഉന്തും തള്ളുമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് ഒരു ഫ്രഞ്ച് ഫ്രൈസ് കിട്ടി. അവരെന്തൊക്കെയോ പ്രത്യേക സോസൊക്കെ ഇട്ടിട്ട് വലിയ ഫ്രഞ്ച് ഫ്രൈസാണ്. ആ ഫ്രഞ്ച് ഫ്രൈസ് വാങ്ങിച്ച് കഴിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ആലോചിച്ചു, ഇതിനേക്കാളും നല്ല ഫ്രഞ്ച് ഫ്രൈസ് നമ്മുടെ ഇതുപോലുള്ള ലോക്കൽ കഫറ്റേറിയയിലെ ആൾക്കാരുണ്ടാക്കുമല്ലോ എന്ന്. വലിയ പ്രത്യേകതയൊന്നുമില്ല, അതൊരു ഹൈപ്പ് മാത്രം. യൂറോപ്യൻസിന് എന്തും നന്നായിട്ട് മാർക്കറ്റ് ചെയ്യാൻ അറിയാം. അങ്ങനെ ഞങ്ങൾ നടന്നു, ഞങ്ങളൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി. അവിടെ ദിൽബർ എന്ന് പറഞ്ഞിട്ടൊരു ഇന്ത്യൻ റെസ്റ്റോറൻറ്റിൽ കയറി ഒരു ചായയൊക്കെ കുടിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ ഇനി ഞങ്ങൾക്ക് പോകേണ്ടത് ആംസ്റ്റർഡാമിലെ റെഡ് സ്ട്രീറ്റിലോട്ടാണ്. ഈ റെഡ് സ്ട്രീറ്റിനൊരു പ്രത്യേകതയുണ്ട്. മിഡീവിയൽ കനാൽസിൻ്റെ സൈഡിലാണ് ഈ റെഡ് സ്ട്രീറ്റ് നിൽക്കുന്നത്. ആംസ്റ്റർഡാമിൻ്റെ വാട്ടർ ബോഡീസ് ഭയങ്കര ഫേമസ് ആണല്ലോ. ഇതിലെല്ലാം ടൂറിസം ആൾക്കാരെ കൊണ്ടുപോകുന്നുണ്ട്. ബോട്ടിലെ ആൾക്കാരെ, പല വിധത്തിലുള്ള ബോട്ടിലെ ആൾക്കാരെ അങ്ങോട്ട് കൊണ്ടുപോകുന്നുണ്ട് ഈ മിഡീവിയൽ കനാൽസ് വഴി. അപ്പോൾ അതിൻ്റെ 2 ഓരങ്ങളിലായിട്ടാണ് ഈ റെഡ് സ്ട്രീറ്റ് സ്ഥിതി ചെയ്യുന്നത്. ആംസ്റ്റർഡാം സർക്കാർ പല സമയത്ത് ഇതിനെ ഇവിടുന്ന് ഷ്രിങ്ക് ചെയ്യാനോ റീലൊക്കേറ്റ് ചെയ്യാനോ ആയിട്ട് ശ്രമിച്ചിട്ടുണ്ട്. കാരണം നെതർലൻഡ്സ് പോലെ മനോഹരമായൊരു കൺട്രി റെഡ് സ്ട്രീറ്റിൻ്റെ പേരിൽ അറിയപ്പെടുന്നു എന്തുകൊണ്ടായിരിക്കാം, റെഡ് സ്ട്രീറ്റിന് വേണ്ടി ആൾക്കാർ അവിടെ വരുന്നു എന്നുകൊണ്ടായിരിക്കാം അവർ മാറ്റാനായിട്ട് ശ്രമിച്ചിട്ടുള്ളത്. പക്ഷേ എന്തായാലും അത് നടന്നില്ല. കാരണം ലോക്കൽ റെസിഡൻസ് തന്നെ അത് സമ്മതിച്ചില്ല. കാരണം അവരുടെ ഒരുപാട് ബിസിനസ്സിനെ എഫക്റ്റ് ചെയ്യും അത്. അതുകൊണ്ട് ആരും സമ്മതിച്ചില്ല. അപ്പം അവർ ഫൈനലി ആ ഒരു ശ്രമം ഉപേക്ഷിച്ചു. റെഡ് സ്ട്രീറ്റ് അവിടെ തന്നെ ഉണ്ട്. അപ്പോൾ ഞങ്ങളിങ്ങനെ റെഡ് സ്ട്രീറ്റിലോട്ട് നടന്നു. റെഡ് സ്ട്രീറ്റിലോട്ട് നടക്കുമ്പോഴത്തേനും പല സ്ഥലങ്ങൾ, ഇപ്പം കോഫി ഷോപ്സ് ഉണ്ട്, നമ്മുടെ ഈ പെട്ടിക്കട പോലെ ബിയർ വിൽക്കുന്ന കടകളുണ്ട്. എല്ലാ ഷോപ്പിലും കോഫിയും ബിയറും അവൈലബിൾ ആണ്. ഞങ്ങളിങ്ങനെ മുന്നോട്ട് നടന്നപ്പോഴത്തേനും അവിടെ വീട് ലീഗലാണ്, വീട് അവൈലബിൾ ആയിട്ടുള്ള ഒരുപാട് കടകളും കിട്ടും. അപ്പം ബുൾഡോഗ് എന്ന് പറഞ്ഞ ഒരു കടയാണ് അതിൻ്റെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത്. അപ്പോൾ ഞങ്ങൾ അത് ലക്ഷ്യമാക്കി അങ്ങോട്ട് നടന്നു. അപ്പോൾ അതിനകത്ത് നിന്ന് കയറി ഒരു 20 മിനിറ്റ്സൊക്കെ സ്പെൻഡ് ചെയ്ത് അതിനകത്ത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ പുറത്തോട്ടിറങ്ങി റെഡ് സ്ട്രീറ്റിൻ്റെ 2 ഓരങ്ങളിലൂടെ. അപ്പോൾ റെഡ് സ്ട്രീറ്റിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ നിന്ന് അപ്പുറത്തോട്ട് ക്രോസ് ചെയ്യാനായിട്ട് പാലങ്ങൾ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ 2 ഓരങ്ങളിലും ഒരു ട്രാൻസ്പെറൻറ്റ് ഗ്ലാസ്സിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ ഇപ്പോൾ ഒരു പകുതി മറിച്ച കർട്ടനായിരിക്കാം, 2 സൈഡിലും സ്ത്രീകൾ പ്രോസ്റ്റിറ്റ്യൂഷൻ അതിന് ലീഗലാണ്, അതിനുവേണ്ടി നിൽക്കുന്നുണ്ട്. നമുക്കിങ്ങനെ കാണാം, പബ്ലിക്കായിട്ട് കാണാം. പക്ഷേ അത് കുട്ടികളും വലിയവരും എല്ലാം ആ സ്ട്രീറ്റിൽ കൂടെ യാത്ര ചെയ്യുന്നുണ്ട്. ഇത് വലിയവർക്ക് വേണ്ടി മാത്രമുള്ള സ്ട്രീറ്റ് അല്ല. പക്ഷേ ആ സ്ട്രീറ്റിൽ ചില ഷോസ് നടക്കാറുണ്ട്. അത് അഡൽട്സിന് വേണ്ടി മാത്രമുള്ളതാണ്. നമ്മുടെ പ്ലഷർ ടോയ്സ്, ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കുമുള്ള പ്ലഷർ ടോയ്സ് ഉണ്ട്, ലോഞ്ചറി ഷോപ്സ് ഉണ്ട്, സൂപ്പർ മാർക്കറ്റ്സ് ഉണ്ട്. ഇതെല്ലാം ഇടകലർന്നതാണ്, അല്ലാതെ ഇതിനൊരു പ്രത്യേക ഏരിയ എന്നുള്ളതല്ല. വളരെ നാച്ചുറലായിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മളിതിൽ മൂക്കത്ത് വിരൽ വെച്ചാലും ഇല്ലേലും ഈ കാര്യങ്ങളൊക്കെ ലോകത്ത് നടക്കുന്നുണ്ട്. നമുക്കത് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടുന്ന് മുന്നോട്ട് നടന്നു. അപ്പോഴത്തേനും രാത്രി 8 മണിയോളമായിട്ടുണ്ട്. ശീതകാലമായി കഴിഞ്ഞാൽ അവിടെ സൂര്യൻ അസ്തമിക്കുന്നത് വളരെ ലേറ്റായിട്ടാണ് യൂറോപ്പിൽ. അപ്പോൾ 8 മണിയായപ്പോൾ ഞങ്ങൾക്ക് ഏതാണ്ട് വിശന്ന് തുടങ്ങി. അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റിൽ, ഒരു ചെറിയ റെസ്റ്റോറൻറ്റിലോട്ട് ഞങ്ങൾ കയറി. അവിടെ ഇരുന്നിട്ട് ഞങ്ങളൊരു മെക്സിക്കൻ ബീഫ് സ്റ്റേക്ക് ഓർഡർ ചെയ്തു. ഒരുപക്ഷെ അത് ഞാൻ വെൽഡൺ എന്നാണ് പറഞ്ഞത്. വെൽഡൺ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇന്ത്യക്കാരനായതുകൊണ്ടാണോ എനിക്കറിയില്ല, അവർ ശരിക്കും അതിനെ കരിച്ചു കൊണ്ടുവന്നു. അല്ലെന്നുണ്ടെങ്കിൽ ഒന്നിൽ ഷെഫ് ഇന്ത്യക്കാരനാണോ അല്ലെങ്കിൽ ഞാൻ ഇന്ത്യക്കാരനാണെന്ന് കണ്ടിട്ടായിരിക്കും അവർ അത്രയും കരിച്ചുകൊണ്ട്. അപ്പം ഞാൻ ആലോചിച്ചു, മീഡിയമോ റെയറോ പറഞ്ഞാൽ മതിയായിരുന്നു. അങ്ങനെ അത് കഴിച്ചു. റൈസ്, അതിൻ്റെ കൂടെ റൈസാണ് കിട്ടുന്നത്, അതും കഴിച്ചു. ഞങ്ങൾ അന്ന് രാത്രിയിൽ ഏതാണ്ട് ഒരു 10 മണിയോടെ തിരിച്ച് റൂമിലേക്ക് പോയി. അടുത്ത ദിവസം പ്രഭാതം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഞങ്ങൾ ഹോട്ടലിൻ്റെ റെസ്റ്റോറൻറ്റിലേക്ക് ചെന്നു. ഞങ്ങൾ എവിടെ ഹോട്ടൽ ബുക്ക് ചെയ്താലും ബ്രേക്ക്ഫാസ്റ്റ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള ഹോട്ടൽ മാത്രമേ എടുക്കാറുള്ളൂ. കാരണം 2 കാര്യങ്ങൾ: ഒന്ന്, നമുക്ക് പൈസ സേവ് ചെയ്യാം; 2, നമുക്ക് സമയം സേവ് ചെയ്യാം. ഞങ്ങൾ വീണ്ടും ഡാം സ്ക്വയറിൽ പോയി അന്നത്തെ ദിവസം സ്പെൻഡ് ചെയ്യാം, ഏതെങ്കിലും ഒരു കോഫി ഷോപ്പിൽ അല്ലെങ്കിൽ ഒരു ബിയർ ഷോപ്പിൽ നിന്ന് ടൈം സ്പെൻഡ് ചെയ്യാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ തലേദിവസത്തെ തിരക്ക് കണ്ടപ്പോൾ ഞങ്ങളുടെ പ്ലാൻ ഒന്ന് മാറ്റിപ്പിടിച്ചു. 2019 ഞാനിവിടെ വരുമ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ആംസ്റ്റർഡാമിൽ താമസിക്കുന്നുണ്ട്, ഐൻഡോവൻ എന്ന സ്ഥലത്ത്. ബോബി എന്നാണ് പേര്. തിരുവനന്തപുരത്തിൻ്റെ നെയ്ബറാണ്. ബോബിയുടെ വീട്ടിൽ പോയി താമസിച്ചപ്പം അന്ന് ബോബി എനിക്കൊരു ബിയർ ഇൻട്രൊഡ്യൂസ് ചെയ്തു. അതാണ് ട്രപ്പിസ്റ്റ് ബിയേഴ്സ്. അടുത്ത ദിവസത്തെ പ്ലാൻ മാറ്റിയപ്പോൾ എന്നാൽ പിന്നെ ട്രപ്പിസ്റ്റ് ബിയേഴ്സ് ക്രാഫ്റ്റ് ചെയ്യുന്ന ലാ ട്രപ്പെ എന്ന് പറഞ്ഞൊരു മൊണാസ്ട്രി ഇവിടെ ഉണ്ട്, ആംസ്റ്റർഡാമിലുണ്ടെന്ന് എനിക്കറിയാമായിരുന്നു. 1600-കളിൽ, 1600-ൻ്റെ ബിഗിനിങ്സിൽ ഫ്രാൻസിലെ നോർമാൻഡിയിൽ റോമൻ കാത്തലിക്കിൻ്റെ ഒരു സ്ട്രിക്റ്റ് സന്യാസ സമൂഹമായിരുന്നു, സ്ട്രിക്റ്റ് ആയിട്ടുള്ള റിലീജിയസ് ഓർഡർ ഫോളോ ചെയ്യുന്ന ഒരു സന്യാസ സമൂഹമായിരുന്നു ഈ ട്രപ്പിസ്റ്റ് എന്നുള്ളത്.
ഇവർക്ക് പുറത്തുനിന്ന് സപ്പോർട്ട് ആരും കൊടുക്കാനില്ല. ജനങ്ങളുടെ പൈസ ഇവിടെയൊക്കെ നമുക്കറിയാമല്ലോ, നമ്മുടെ സഭകളിൽ ജനങ്ങളുടെ പൈസ കൊണ്ടും അല്ലെന്നുണ്ടെങ്കിൽ അവർക്ക് വിദ്യാഭ്യാസ സ്ഥാനങ്ങളും കൊണ്ടൊക്കെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവിടെ അങ്ങനെയല്ല. സെൽഫ് സസ്റ്റൈനൻസിന് വേണ്ടി അവർക്ക് എന്തെങ്കിലും ജോലി ചെയ്യേണ്ടതായിട്ടുണ്ട്. അങ്ങനെ 1600 അവസാനങ്ങളോടെ ഇവർ അന്ന് യൂറോപ്പിൽ ഏറ്റവും സുലഭമായിട്ട് വിറ്റുപോകുന്നതും ഏറ്റവും ഡിമാൻഡുള്ള സാധനമാണ് ബിയർ. അപ്പോൾ അങ്ങനെ ബിയർ മാനുഫാക്ചറിങ് ഇവർ സ്റ്റാർട്ട് ചെയ്തു. അവർ റിലീജിയനെയും ബിസിനസ്സിനെയും രണ്ടായിട്ടാണ് കാണുന്നത്. ഒന്നിൻ്റെ ഇൻഫ്ലുവൻസ് മറ്റേതിലോട്ട് കടന്നു വരാനായിട്ട് അവർ സമ്മതിക്കില്ല. അവർ കൃത്യമായ ഒരു ലൈൻ ഡ്രോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ലാട്രപ്പ് എന്ന് പറഞ്ഞാൽ അത് എഴുതുന്നത് LATRAPPE ആണെങ്കിലും അത് പറയുന്നത് ലാട്രപ്പ് എന്നാണ്. എന്നാൽ പിന്നെ ലാട്രപ്പ് മൊണാസ്ട്രിയിലോട്ട് പോകുന്നത് ഞങ്ങൾ തീരുമാനിച്ചു. ട്രപ്പിസ്റ്റ് ബിയേഴ്സ് ഉണ്ടാക്കുന്നത് കാണാനായിട്ട് ആ ബ്രൂവറിയിലോട്ട് പോകാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങളുടെ രാവിലെ റൂട്ട് മാറ്റി പിടിച്ചു. ഞങ്ങൾ അവിടുന്ന് വീണ്ടും ട്രെയിൻ കയറി. ഞങ്ങൾ ആദ്യം ഹെട്ടൻഗോ ബോഷ് എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ ഇറങ്ങി. അവിടുന്ന് അടുത്ത ട്രെയിൻ പിടിച്ച് ടിൽബർഗ് സ്റ്റേഷനിലിറങ്ങി. ടിൽബർഗ് സ്റ്റേഷനിൽ നിന്ന് അവിടുന്ന് ബസ് സ്റ്റേഷനിലേക്കുള്ള ഒരു 4 മിനിറ്റ് യാത്രയുണ്ട്. 4 മിനിറ്റ് ഞങ്ങളിങ്ങനെ നടന്ന് പോയി. ഈ ബസ് സ്റ്റേഷൻ എന്നൊക്കെ പറഞ്ഞാൽ ആക്ച്വലി നിങ്ങൾ അതൊരു ടച്ച് മാറുക എന്ന് വേണമെങ്കിൽ വീണ്ടും പറയാം. അത് വളരെ മനോഹരമായിട്ട് ചെറിയ സ്റ്റേഷനാണ്, പക്ഷേ പൂന്തോട്ടമൊക്കെ ആയി അലങ്കരിച്ച് വെച്ചിരിക്കുന്ന ഒരു ബസ് സ്റ്റേഷനാണ്. ഒരു 15 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ ഞങ്ങളുടെ ബസ് എത്തി. അപ്പം ബസ് കയറിയപ്പം തൊട്ട് ഷാജി ബസ് ഡ്രൈവറുമായിട്ട് ഭയങ്കര കമ്പനി അടിക്കുന്നു, ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് ബിഹേവ് ചെയ്യുന്നു. ഒരു 20-25 മിനിറ്റ് യാത്ര ചെയ്ത് ഞങ്ങൾ ലാട്രപ്പ് മൊണാസ്ട്രിയുടെ ഫ്രണ്ടിൽ ചെന്ന് ഇറങ്ങി. ആ ലാട്രപ്പ് മൊണാസ്ട്രിയുടെ പരിസര പ്രദേശങ്ങൾ കേട്ടോ, ഇതൊരു വില്ലേജാണ്, പ്രോപ്പർ വില്ലേജാണ്. അപ്പം ഞങ്ങൾ മൊണാസ്ട്രിക്കകത്തോട്ട് കയറി. അപ്പോൾ നമുക്ക് ലെഫ്റ്റ് സൈഡിലായിട്ട് മൊണാസ്ട്രി കാണാം, നേരെ മുന്നേ ആയിട്ട് ബ്രൂവറിയും കാണാം. ഈ ട്രപ്പിസ്റ്റ് ബേസിന് കുറച്ച് കണ്ടീഷൻസ് ഉണ്ട്. ഈ മൊണാസ്ട്രിക്ക് പുറത്ത് ആയിരിക്കില്ല ബ്രൂവറി, അതൊന്ന്. 2, മോങ്സിൻ്റെ സൂപ്പർവിഷനിൽ മാത്രമേ ഈ ബിയേഴ്സ് നിർമ്മിക്കാൻ പാടുള്ളൂ. അതാണ് 2 കണ്ടീഷനുള്ളത്. അപ്പോൾ ഞങ്ങൾ അകത്തോട്ട് കയറി. അകത്തെ കാഴ്ചകളെല്ലാം അതിമനോഹരം. പുറത്ത് തടിയിൽ തീർത്ത കുറച്ച് ബെഞ്ചുകളും ചെയറും ഒക്കെ ഇട്ടിട്ടുണ്ട് 2 സൈഡിലും. അപ്പം അവിടെ നിന്ന് ആൾക്കാരെ കാണാനില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച് ഇതെന്താണ് ഇട്ടിരിക്കുന്നത്. അപ്പോഴാണ് മനസ്സിലായത് വീക്കെൻഡൊക്കെ ആകുമ്പോഴത്തേനും ഒരുപാട് ആൾക്കാർ ഇത് വിസിറ്റ് ചെയ്യാനായിട്ട് വരും. അവരെല്ലാം പുറത്തൊക്കെ ആയിരിക്കും. പുറത്ത് നോക്കിയപ്പോഴത്തേനും ട്രപ്പിസ്റ്റ് ബിയേഴ്സ് സെർവ് ചെയ്യുന്ന ടാപ്പെല്ലാം ഘടിപ്പിച്ചിട്ടുണ്ട് അവിടെ. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഇത് പുറത്തും ഇവർ സെർവ് ചെയ്യുന്നുണ്ട് ഈ ബിയേഴ്സ് എന്ന് മനസ്സിലായി. അപ്പം മുന്നിലായിട്ട് ഞങ്ങൾക്ക് ബ്രൂവറി കാണാമെന്നുണ്ടെങ്കിലും അങ്ങോട്ട് പെർമിഷൻ ഇല്ല. കാരണം ഗൈഡഡ് ടൂർസ് മാത്രമേ പെർമിറ്റഡ് ഉള്ളൂ. ഗൈഡഡ് ടൂർസ് അൺഫോർച്ചുനേറ്റ്ലി ഞങ്ങൾ പറഞ്ഞല്ലോ ഇത് ലാസ്റ്റ് മിനിറ്റ് പ്ലാൻ ആയിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം ബുധനാഴ്ച ആയിരുന്നു തോന്നുന്നു. അന്ന് ഇംഗ്ലീഷ് ടൂറില്ല. അടുത്ത ടൂറുള്ളത് 2 മണിക്കാണ്. ഞങ്ങളുടെ ബസ് 1:30 ആകുമ്പോൾ തിരിച്ചു വരികയും ചെയ്യും. അപ്പം ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് തീരുമാനിച്ചു. അപ്പം എന്തായാലും നമുക്ക് കയറാൻ പറ്റില്ല. നമുക്ക് 2 മണിക്കുള്ള ഡച്ച് ഗൈഡഡ് ടൂറിൽ കയറിയിട്ട് കാര്യമില്ല, കാര്യം നമുക്കൊന്നും മനസ്സിലാവില്ല. അപ്പോൾ നമ്മൾ അകത്തോട്ട് കയറേണ്ടെന്ന് വെച്ചു. ഏത് വിനിയാടാണെന്നുണ്ടെങ്കിലും അല്ലെന്നുണ്ടെങ്കിൽ ബ്രൂവറീസ് ആണെന്നുണ്ടെങ്കിലും അവർക്ക് ഡെഫിനറ്റ്ലി ഒരു ടേസ്റ്റിംഗ് റൂം കാണുന്നത് ഞങ്ങൾക്ക് അറിയാമായിരുന്നു. അപ്പോൾ ഞങ്ങളിങ്ങനെ അകത്തോട്ട് നടക്കുമ്പോഴത്തേനും അവിടെ പ്രോ ഫ്ലോക്കാൽ എന്ന് എഴുതി വെച്ചിരിക്കുന്നതുണ്ട്. ഇംഗ്ലീഷിലാണ് എഴുതിയിരിക്കുന്നത്, പക്ഷേ അതിൻ്റെ ഉച്ചാരണം ഡച്ചിലാണ്. പ്രോ ഫ്ലോക്കാൽ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പം ഞങ്ങൾക്ക് തുറന്ന് അകത്തോട്ട് കയറിയപ്പോഴത്തേനും അതൊരു വിശാലമായ റൂമാണ്. അവിടെ ഏതാണ്ടൊരു 100ഓളം ആൾക്കാർ അവിടെ ഇരിപ്പുണ്ട്. ഈ പ്രോ ഫ്ലോക്കാൽ എന്ന് പറഞ്ഞാൽ ടേസ്റ്റിംഗ് റൂം എന്നാണ്. അപ്പോൾ ഞങ്ങളുടെ ഉദ്ദേശം കറക്റ്റായിരുന്നു, ഞങ്ങൾ പ്ലാൻ ചെയ്ത് കറക്റ്റായിരുന്നു. ടേസ്റ്റിംഗ് റൂം ഉണ്ട് അവിടെ. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങളവിടെ ഒരു സീറ്റ് പിടിച്ചു, ഞങ്ങളവിടെ ഇരുന്നു. അപ്പോഴത്തേനും വിശാലമായൊരു മെനു ഞങ്ങൾക്ക് കൊണ്ടു തന്നു. ട്രപ്പിസ്റ്റ് ബിയറിൻ്റെ മാത്രം ഒരു മെനു, ഒരു 100 കണക്കിന് ഐറ്റം ഉണ്ട്. അപ്പം ഞങ്ങൾ അതിനകത്ത് 2 ബിയർ സെലക്ട് ചെയ്തു. ഷാജി ഒരു ഡാർക്ക് ബിയറും ഞാനൊരു വൈറ്റ് ബിയറും. സാധാരണ ബിയർ ഗ്ലാസ് പോലെ വലിയ ഗ്ലാസ് അല്ല, കാരണം ഇത് ടേസ്റ്റിംഗ് റൂമാണ്. അപ്പം ഇരിക്കുന്നവർ ഒരുപക്ഷെ 5-10 ബിയറൊക്കെ ടേസ്റ്റ് ചെയ്തിരിക്കും. അപ്പോൾ ചെറിയ ഗ്ലാസ്സിലാണ് കൊണ്ടുതരുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടത് പിന്നെ നമുക്ക് സെലക്ട് ചെയ്യാം, അങ്ങനെയാണ്, അല്ലെങ്കിൽ വാങ്ങിച്ചുകൊണ്ട് പോകാം, അങ്ങനെയാണ്. ഇത് ഫ്രഷ് ബ്രൂ ചെയ്യുന്നതാണ്. ടാപ്പ് ബിയേഴ്സ് മാത്രമേ ഉള്ളൂ. അത് നമുക്കവിടെ കാണാം, നമ്മുടെ മുന്നിൽ ടാപ്പ് ബിയർ നമുക്ക് കാണാം. അല്ലാതെ നമുക്ക് ബോട്ടിൽ നമുക്കത് കിട്ടില്ല. അത് ഞങ്ങൾ അവിടെ ടൈം സ്പെൻഡ് ചെയ്തു. അത് കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും പുറത്തോട്ട് ഇറങ്ങി. ബസ് 1:23 എത്തുന്നത്. ഞങ്ങൾ പുറത്തോട്ട് ഒരു 1:05 ആയപ്പോൾ എത്തി. അവിടുത്തെ കാഴ്ചകളൊക്കെ എടുത്തു. അങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും 1:20 കൃത്യം ആ ബസ് തിരിച്ചെത്തി. എന്താണ് ബസ് തിരിച്ചെത്തിയപ്പം ദൂരെ നിന്നേ ഈ ബസ് ഡ്രൈവർ ഷാജിയെ കൈവകി കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ മനസ്സിലായി മണിയടിച്ചൻ്റെ പ്രയാണം ഷാജി ഇപ്പം കിട്ടുന്നുണ്ട് ഷാജിക്ക് എന്ന് മനസ്സിലായി. അങ്ങനെ ഞങ്ങൾ ആ ബസ് കയറി തിരിച്ച് ടിൽബർഗിലേക്ക് എത്തി. അങ്ങനെ ടിൽബർഗിൽ നിന്ന് ഞങ്ങൾ തിരിച്ച് ആംസ്റ്റർഡാം സിറ്റിയിലെത്തി. അപ്പോൾ ആംസ്റ്റർഡാമിലെ വേറൊരു ബിയറാണ് ഹൈനക്കൻ. വേൾഡ് ഫേമസ് ആയിട്ടുള്ള ഹൈനക്കൻ ബിയർസ്. ഒരുപാട് ഫുട്ബോൾ ടീമിനെയൊക്കെ സ്പോൺസർ ചെയ്യുന്ന ഒരു ബിയറാണ്. നിങ്ങൾക്ക് കണ്ടിട്ടുണ്ടാവും.
നിങ്ങളിൽ പലരും കുടിച്ചിട്ടുണ്ടാവും. ഹൈനക്കൻ ഫാക്ടറി എന്ന വിസിറ്റ് ചെയ്യാൻ തീരുമാനിച്ചു. അങ്ങനെ ഞങ്ങൾ ഹൈനക്കൻ ഫാക്ടറിയുടെ അടുത്തെത്തി. എനിക്ക് തോന്നുന്നു 20 യൂറോ എന്തോ ആണ് ടിക്കറ്റ് എടുത്തുകൊണ്ട് ഞാൻ വീണ്ടും അകത്തോട്ട് പോയി. ഈ 20 യൂറോയ്ക്ക് നമുക്കൊരു കയറുമ്പം തന്നെ നമുക്കൊരു ഹാൻഡ് ബാൻഡ് തരും. ഈ ബാൻഡിലൊരു 2 ബട്ടണും ഉണ്ടാവും. ഈ ബട്ടൺ 2 സ്ഥലത്ത് വെച്ചിട്ട് നമുക്ക് ബിയർ കുടിക്കാനായിട്ട് അവിടെ നിന്ന് ബിയർ തരും, ഫ്രഷ് ബിയർ തരും. അപ്പോൾ അങ്ങനെ ഞാൻ ടിക്കറ്റ് എടുത്തു, അകത്തോട്ട് കയറി. അവിടെ നല്ല തിരക്കാണ്. പല ഗ്രൂപ്പ് തിരിഞ്ഞാണ് ആൾക്കാരെ അകത്തോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ആദ്യം ഞങ്ങൾ അകത്തോട്ട് കയറിയപ്പോഴത്തേനും ഈ ബിയർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, എന്തൊക്കെ പ്രൊഡക്റ്റ് കൊണ്ടാണ് ഉണ്ടാക്കുന്നത് എന്നുള്ള എക്സ്പ്ലനേഷനാണ് അവിടെ തരുന്നത്. ആദ്യം വാട്ടർ, ബാർലി, ഹോപ്സ് എന്ന് പറഞ്ഞ ഒരു ഫ്ലവർ, പിന്നെ ഈസ്റ്റ് എന്ന് പറഞ്ഞ 4 സാധനങ്ങൾ ചേർത്തിട്ടാണ് ഇവർ ഈ ഹൈനക്കൻ ബിയർ ഉണ്ടാക്കുന്നത്. വാട്ടർ അവർക്ക് 70 ഫാക്ടറീസ് വേൾഡ് വൈഡ് ഉണ്ട്. അപ്പം വാട്ടർ എവിടെ നിന്നാണെങ്കിലും അവർ എടുക്കും. പക്ഷേ ബാർലി എടുക്കുന്നത് ഫ്രാൻസിൽ നിന്ന് മാത്രമാണ്. കാര്യം പ്രത്യേക ടെമ്പറേച്ചറിലുണ്ടായ ബാർലി ആയിരിക്കണം ഇത്. ഗോതമ്പിൽ നിന്ന് ഇത് ഉണ്ടാക്കാറുണ്ട്, പക്ഷേ ഇവിടെ ഉണ്ടാക്കുന്ന ബാർലി നിന്നാണ്. അപ്പോൾ ആ ടെമ്പറേച്ചറിൽ ഉണ്ടാക്കിയ ബാർലി ആണെങ്കിൽ ഇതിൻ്റെ ടേസ്റ്റ് മാറിപ്പോവും. അപ്പം ആ ബാർലി ഫ്രാൻസിൽ നിന്ന് മാത്രമേ എടുക്കാറുള്ളൂ. പിന്നെ ഹോപ്സ് എന്ന് പറയുന്ന ഒരു ഫീമെയിൽ ഫ്ലവറാണത്. അതൊരു നാച്ചുറൽ പ്രിസർവേറ്റീവ്സ് ആണ് ഇതിന് കൊടുക്കുന്നത്. അത് ആഡ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഈസ്റ്റാണ് ഇതിൻ്റെ ഫ്ലേവർ കൊടുക്കുന്നത് ഇതിന്. ഇതും കൂടെ 4 കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഈ ബ്രൂവിങ് നടക്കുന്നത്. ബ്രൂവിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റിംഗ്, കൂളിംഗ് ഡൗൺ, അഗെയിൻ കുക്കിംഗ്, കൂളിംഗ് ഡൗൺ, ഹീറ്റിംഗ്, ഈ ഒരു പ്രോസസ്സിനാണ് ആക്ച്വലി ബ്രൂവിങ് എന്ന് പറയുന്നത്. പല ടെമ്പറേച്ചറിൽ കൊണ്ടുപോയി അതിനെ വറ്റിച്ച് ഷുഗർ ആക്കിയെടുത്ത് ഇതൊരു പ്രോസസ്സുണ്ട്. അതെല്ലാം പുള്ളി അവിടെ നിന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത റൂമിലോട്ട് പോകുമ്പോഴത്തേനും അതിൻ്റെ ഒരു വിർച്വൽ ടൂറാണ്. ഇതെങ്ങനെയാണ് ഫൈനൽ പ്രൊഡക്റ്റായിട്ട് മാറുന്നത് നമുക്ക് മുകളിൽ ആണ് കാണിക്കുന്നത്. ഇത് അവിടെ ഒരു 3D പോലെ ഉള്ള ഒരു സ്ക്രീനിലാണ് ഇതിൻ്റെ പ്രോസസ്സ് കാണിക്കുന്നത്. പ്രോസസ്സെല്ലാം കഴിഞ്ഞിട്ട് ഫ്രഷ് ബിയറായിട്ട് അത് മാറുന്നതും കാണാം അടുത്ത റൂം. അപ്പോൾ ഇവിടെ എല്ലാം നിൽക്കുന്ന ഡിഫറെൻറ്റ് ഗൈഡാണ്. ടൂർ ഗൈഡിൽ എല്ലാ റൂമിലും ഡിഫറെൻറ്റ് ഗൈഡ്സാണ്. ഇവരെല്ലാം വളരെ എനർജറ്റിക്കാണ്, വളരെ പോസിറ്റീവാണ്. എങ്ങനെ ആൾക്കാരെ എൻ്റർടൈൻ ചെയ്യിപ്പിക്കണം എന്ന് ഇവർക്ക് കൃത്യമായിട്ട് അറിയാം. അവിടുന്ന് ആ റൂം കഴിഞ്ഞു. അടുത്ത റൂമിലോട്ട് വന്നപ്പോഴത്തേനും ഇതിൻ്റെ പാക്കിങ് എങ്ങനെയാണ്, ഇതിൻ്റെ ലേബലിംഗ് എങ്ങനെയാണ് എന്നുള്ള എല്ലാം കാണിക്കുന്ന അടുത്ത റൂമിലോട്ട് ചെന്നു. അത് കഴിഞ്ഞ് അവിടെ വെച്ച് നമുക്ക് ഫസ്റ്റ് ബിയർ, നമ്മുടെ ബട്ടൺ കൊടുത്തിട്ട് ഫസ്റ്റ് ബിയർ നമുക്ക് കിട്ടും. അവിടെ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തു. അവിടെ വെച്ച് നമുക്ക് രണ്ടാമത്തെ ബിയർ സ്മെല്ല് ചെയ്യാനും അത് ടേസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് തരും. അങ്ങനെ ആ ടൂർ കംപ്ലീറ്റ് ചെയ്തു. ഞാൻ പുറത്തോട്ട് വന്നു. ആ ടൂർ കഴിഞ്ഞ് നമുക്ക് എത്ര സമയം വേണമെങ്കിലും അവിടെ സ്പെൻഡ് ചെയ്യാം. പക്ഷേ ഷാജി പുറത്ത് വെയിറ്റ് ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂർ കൊണ്ട് ആ ടൂർ ഫിനിഷ് ചെയ്തിട്ട് ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് വന്നു. അവിടുന്ന് ഞങ്ങൾ വീണ്ടും എൻഡ് ഓഫ് ദി ഡേ ഡാം സ്ക്വയറിൽ തന്നെ പോകണം. ഞങ്ങൾ തിരിച്ച് വീണ്ടും ഡാം സ്ക്വയറിൽ തന്നെ എത്തി. വീണ്ടും ഒരു നൈറ്റ് അവിടെ സ്പെൻഡ് ചെയ്തു. ഒരു കോഫി കുടിച്ചു, അവിടെ ഡിന്നർ കഴിച്ചു. ഞങ്ങൾ തിരിച്ച് റൂമിലേക്ക് പോയി.